നൂറ അനീഷും കൂടെ ഭയങ്കര ബഹളമാണ്. നൂറ ഒരു തരത്തിലും അനീഷിന് ഇരിക്കാൻ കൊടുക്കത്തില്ല. നൂറ ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് നമ്മുടെ അനീഷിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കണക്ക് അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങുക. അപ്പോൾ അനീഷിന് കറക്റ്റായിട്ട് ഇരിക്കാനത്തില്ല. അനീഷ് ചോദിക്കുന്നുണ്ട്, 3 പേര് മാത്രമേ ഉള്ളൂ ഫ്രണ്ടിൽ, ബാക്കിൽ എത്ര ആൾക്കാരാണ് ഇരിക്കുന്നത്, നൂറയ്ക്ക് മാത്രം എന്താണ് ഇത്രയും പ്രശ്നം? നൂറ ആര്യൻ്റെ സൈഡിലേക്ക് തിരിഞ്ഞങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് തോളിൽ കൂടെ ആര്യൻ്റെ കൈ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആര്യൻ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ഗേൾ ഫ്രണ്ടാണോ എൻ്റെ തോളിൽ കൂടെ കൈ ഇടാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആര്യം ബിഗ് ബോസിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നൂറ വണ്ടിക്കകത്തുനിന്ന് വെളിയിലോട്ട് കൈയിട്ട് കഴിഞ്ഞാൽ ഔട്ടാണെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അന്നേരം നൂറ കൈയെടുത്ത് ആര്യൻ്റെ തോളിൽ വെക്കുന്നുണ്ട്. ടാസ്ക് ലെറ്റർ ഒന്നും വായിച്ചതും മനസ്സിലായതും ഇല്ലെന്ന് നൂറ ചോദിക്കുന്നുണ്ട് ആര്യനോട്. കൈയിട്ടാലൊന്നും കുഴപ്പമില്ലാതെന്ന് നൂറ പറയുന്നുണ്ട് ആര്യനോട്. ബാക്കിലാണെങ്കിൽ അതിഗംഭീര രസമാണ് നടക്കുന്നത്. പുറകിൽ നിന്ന് വല്ലാത്ത സ്മെല്ല് വരുന്നുണ്ട്. നൂറയൊക്കെ മൂക്ക് പൊത്തിപ്പിടിക്കുകയാണ്. നീ കൂടുതൽ പ്രഷർ കൊടുത്താൽ മറ്റേ സാധനം പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനൊക്കത്തില്ലെന്നൊക്കെ അപ്പോഴേ ആതിര പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. ഭയങ്കര സ്മെല്ല്, അതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല, ഡാലായിരുന്നെന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര രസമാണ് ഈ ഒരു പ്രോഗ്രാം. നിങ്ങൾ ഡയറക്റ്റ് ലൈവായിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അനുമോൾ ബാക്കിൽ ആരുടെയോ കാലിലാണ് ഇരിക്കുന്നത്. അപ്പം ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അനീഷിൻ്റെ അടുത്തോട്ട് വന്നിട്ട് അനീഷിൻ്റെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് തരാം, ചേട്ടന് ഞാനിവിടെ ഇരുന്ന് മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെവിൻ വെറും അലമ്പ് പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്. ബാക്കിലിരിക്കുന്നവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ സാധിക്കും, ഇറങ്ങി തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സാധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തില്ല എന്തോ പറയാനെന്ന് പറഞ്ഞു. ഭയങ്കര മോശം പരിപാടിയാണ് ഈ നെവിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അതിലിരിക്കുന്നവരെല്ലാവരും പറയുന്നത് ഭയങ്കര ബഹളം ഉണ്ടാക്കിയാണ്. എല്ലാവരും ഒരു ടാസ്ക് ചെയ്യുമല്ലേ, ഒരു ഇച്ചിരി മര്യാദ കാണിക്കണ്ടേ? ബിഗ് ബോസ് ഇത് ഞങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂക്ക് പൊത്തിയിരിക്കുകയാണ് നമ്മുടെ അതിൽ. എന്നെ ഇറക്കിത്താന്ന് പറഞ്ഞിട്ട് നിവിൻ ബഹളം ഉണ്ടാക്കിയാണ്. അപ്പം ഇത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ എണ്ണീറ്റ് മാറാതെ നെവിൻ ഇറങ്ങാനൊക്കത്തില്ല. അപ്പോൾ അത് നെവിൻ്റെ ഒരു ഗെയിമായിരിക്കും. ഇപ്പോൾ ഇവരെല്ലാം ആരെങ്കിലും ഒരാൾ മാറിക്കൊടുക്കാതെ കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നത്. നൂറ ചെയ്യുന്ന വെറും ചീപ്പ് ഗെയിമാണ്. നൂറ ഇപ്പോൾ കാണിക്കുന്ന വെറും അഹങ്കാരമാണ്. മര്യാദയ്ക്ക് ഇരിക്കേണ്ടുന്ന നൂറ തിരിഞ്ഞ് നമ്മുടെ ആര്യൻ്റെ മടിയിലോട്ടിരിക്കുന്ന കണക്കോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷിന് ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കാണിക്കുന്ന ഒട്ടും ശരിയല്ലെന്ന് അനീഷ് പറയുന്നുണ്ട്. ഇതിപ്പോൾ എന്തെങ്കിലും നടക്കും, കാരണം ഡോർ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അനീഷ് ഔട്ടായി പോകാനുള്ള സാധ്യത കൂടുതലാണ്.